നമസ്കാരം. അപ്പോൾ ഇന്നിപ്പോ നിലവിൽ വന്നിരിക്കുന്നത് കൽക്കി പ്രഭാസ് എന്ന് പറയുന്ന ഒരു നടന്റെ ഒരു വമ്പൻ ഹിറ്റാവാൻ പോകുന്ന ഒരു സൂപ്പർ ഹിറ്റ് പടം എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു ചിത്രം നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ പോയി തന്നെ കാണണം. കാരണം പ്രഭാസിന്റെ ഒത്തിരി നാളത്തെ ഒരു ബ്രേക്കിന് ശേഷം വന്നിരിക്കുന്ന നല്ലൊരു കിടുക്കാച്ചി സിനിമയാണ് കൽക്കി എന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും ഒത്തിരി നല്ല നടന്മാർ ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. കമലഹാസൻ, അമിതാഭ് ബച്ചന്റെ ഒക്കെ അഭിനയം എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര അഭിനയമാണ്. ശരിക്കും അമിതാഭ് ബച്ചന് വേണ്ടി തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു കഥാപാത്രം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. കാരണം തീർച്ചയായിട്ടും മഹാഭാരതമായിട്ട് ഒത്തിരി കണക്റ്റിംഗ് ഉള്ള ഈ ഒരു ചിത്രം റിലീസിങ്ങിന് മുമ്പ് ഒത്തിരി നെഗറ്റീവ്സ് എന്തായാലും തീർച്ചയായിട്ടും ഈ മീഡിയയിൽ കണ്ടായിരുന്നു. കാരണം മഹാഭാരതമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും ഒരു ചിത്രം, ഇതൊരു ഇംഗ്ലീഷ് സിനിമ കണ്ടതുപോലെ തോന്നുന്നല്ല, ഇംഗ്ലീഷ് പടം പോലെ തന്നെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ശരിക്കും ഒരു അസാധ്യ സിനിമ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഈ ഒരു പ്രായത്തിൽ അമിതാഭ് ബച്ചന്റെ ഈ ഒരു പ്രസൻസ്, ഈ ഒരു ചിത്രത്തിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രസൻസ് കാണുമ്പോൾ വളരെ മനോഹരമായ രീതിയിലാണ് അദ്ദേഹം അഭിനയിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു കഥാപാത്രമാണ് അദ്ദേഹത്തിന് അതിനുവേണ്ടി തന്നെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ചിത്രം റിലീസിങ്ങിന് മുമ്പ് തന്നെ ഒത്തിരി നെഗറ്റീവ്സ്, അദ്ദേഹത്തിന്റെ ബോഡി ഷെയ്മിങ്ങും അതുപോലെ തന്നെ ഒത്തിരി അദ്ദേഹത്തിന്റെ ഫേസിലുണ്ടായ ഒത്തിരി വ്യത്യാസങ്ങളെ കുറിച്ച് ഒരുപാട് നെഗറ്റീവുകൾ ഈ മീഡിയാസിൽ പരക്കുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതൊക്കെ വൈറലായിരുന്നു. പക്ഷെ അതിനൊക്കെ ഒരു തിരിച്ചടി എന്ന പോലെ തന്നെ ഈ ഒരു ചിത്രത്തിൽ സ്റ്റോറിയും മേക്കിങ്ങും ഡയറക്ഷനും അതുപോലെ തന്നെ പ്രഭാസിന്റെ അഭിനയം, അമിതാഭ് ബച്ചന്റെ അഭിനയം, കമലഹാസൻ, തീർച്ചയായിട്ടും മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു നടൻ കൂടി ഈ ഒരു ചിത്രത്തിൽ വരുന്നുണ്ട്, ദുൽഖർ സൽമാൻ. അമിതാഭ് ബച്ചൻ എന്ന് പറയുന്ന നടന്റെ ഈ ഒരു പ്രായത്തിലുള്ള ആ ഒരു ക്യാരക്ടറിന്റെ ഡെപ്ത് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അവിടെ ഇരുന്നു പോകും. അമ്മാതിരി അസാധ്യ അഭിനയമാണ്. ഈ ഒരു ചിത്രത്തിന്റെ സ്ക്രീൻ പ്ലേ അതോടൊപ്പം തന്നെ ഡയറക്ഷൻ, മേക്കിംഗ് ഒന്നും പറയാനില്ല. കിടുക്കാച്ചി സിനിമ എന്ന് വേണമെങ്കിൽ. പ്രഭാസിന്റെ ഒത്തിരി നാളത്തെ ഒരു ബ്രേക്കിന് ശേഷം പ്രേക്ഷകർക്ക് കിട്ടിയിരിക്കുന്ന നല്ലൊരു ചിത്രം അതാണ് ഈ ഒരു സിനിമ, അതായത് കൽക്കി. ചിത്രങ്ങളിലേക്കാളും ഒത്തിരി വ്യത്യസ്തമായ ക്രിയേഷൻ എന്ന് മാത്രമല്ല പറയേണ്ടത്, തീർച്ചയായിട്ടും ഇത് വേൾഡ് സിനിമയെ വെല്ലുന്ന ചിത്രം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ശരിക്കും ഈ ഒരു ചിത്രത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഒത്തിരി വീഡിയോസ് മീഡിയയിൽ കണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇതൊരു KGF മോഡൽ ഒരു ചിത്രമല്ല. ആ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് ആരും കാണാൻ പോകണ്ട. തീർച്ചയായിട്ടും ഇതൊരു വ്യത്യസ്തമായ രീതിയിലുള്ള നല്ലൊരു ചിത്രമാണ്. തീർച്ചയായിട്ടും ഇംഗ്ലീഷ് സിനിമകളെ കിടപിടിക്കാവുന്ന തരത്തിലാണ് ഈ ഒരു ചിത്രത്തിന്റെ മൂവ്മെന്റ്സ്. ശരിക്കും പ്രഭാസിന് ഈ അടുത്തിറങ്ങിയ ഒത്തിരി ചിത്രങ്ങളുടെ തോൽവിക്ക് ശേഷം ഒരു വമ്പൻ ഹിറ്റടിക്കാൻ പോകുന്ന ചിത്രമാണെന്ന് ഇപ്പൊ തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. തീർച്ചയായിട്ടും പ്രേക്ഷകരുടെ റെസ്പോൺസ് പക്ക 100 വോൾട്ടേജിലാണ് ഈ ഒരു സിനിമ കത്തിക്കയറുന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. പ്രേക്ഷകർക്കിടയിൽ പറയാനുള്ളത്, ഈ KGF എന്ന ഒരു ചിത്രമായിട്ട് സാമ്യമുണ്ടെന്ന് ഒരിക്കലും പറയരുത്. ആ ഒരു ചിത്രം വേറെ തലമാണ്, ഈ ഒരു ചിത്രം വേറെ തലമാണ്. ഇത് തീർച്ചയായിട്ടും മഹാഭാരതം മുതൽ ഈ ഒരു കാലഘട്ടം വരെയുള്ള ഒരു കണക്റ്റിംഗ് ആയിട്ടുള്ള നല്ലൊരു സൂപ്പർ ഹിറ്റ് സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും പ്രഭാസിന്റെ ഒത്തിരി നാളത്തെ ബ്രേക്കിന് ശേഷം പ്രഭാസ് തിരിച്ചു വന്നിരിക്കുകയാണ്. പ്രഭാസിനൊപ്പം തന്നെ അമിതാഭ് ബച്ചനായാലും കമലഹാസനായാലും ദുൽഖർ സൽമാൻ ആയാലും എന്തായാലും തീർച്ചയായിട്ടും പക്ക ആക്ടിങ്. ഈ ഒരു ചിത്രം റിലീസിങ്ങിന് തൊട്ട് മുമ്പ് തന്നെ മീഡിയാസിൽ ഒത്തിരി നെഗറ്റീവുകൾ വരുന്നുണ്ടായിരുന്നു. കാരണം ഇദ്ദേഹത്തിന്റെ ബോഡി ഷേമിങ്, അദ്ദേഹത്തിന്റെ ഭംഗി കുറഞ്ഞു, അദ്ദേഹത്തിന്റെ ഫേസിന്റെ ഷേപ്പ്, അങ്ങനെ കുറെ കാര്യം ബോഡി ഷേമിങ് മൊത്തത്തിൽ അങ്ങനെ നെഗറ്റീവ്സ് ഒത്തിരി അടിച്ചിറക്കുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ആ ഒരു നെഗറ്റീവിനെ വെല്ലുന്ന രീതിയിൽ അതിനപ്പുറത്തേക്ക് എന്തായാലും തീർച്ചയായിട്ടും നല്ലൊരു ഹിറ്റ് സമ്മാനിക്കും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. ശരിക്കും തിയേറ്ററുകളിൽ വമ്പൻ റെസ്പോൺസ് ആണ് ലഭിക്കുന്നത്. കാരണം ഓരോ പ്രേക്ഷകരും ഈ ഒരു ചിത്രം കണ്ടതിന് ശേഷം വളരെ നല്ല റെസ്പോൺസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊരു ഹിറ്റ് ചാർട്ടിൽ എത്തും എന്നുള്ളത് 100% ഉറപ്പാണ്. അതിൽ ഈ ഒരു ചിത്രം റിലീസിങ്ങിന് ശേഷം, അതായത് ഇന്നത്തെ റിലീസിങ്ങിന് ശേഷം ഒരു അറിയപ്പെടുന്ന ഒരു റിവ്യൂവർ പറയുന്നുണ്ടായിരുന്നു മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു ചിത്രം എടുക്കാൻ പറ്റില്ലെന്ന്. എന്തായാലും മലയാളത്തെ അടച്ചാക്ഷേപിക്കേണ്ട കാര്യമില്ല. എന്തായാലും കൽക്കിയിൽ അഭിനയിച്ചിരിക്കുന്ന പ്രഭാസിന് ഇരിക്കട്ടെ ഇന്നത്തെ ഒരു കുതിരപ്പവൻ.